ഹായ് എല്ലാവർക്കും ഡയഗി വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗി ടൂൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു കോമൺ ടൂളാണ് UPI USB എന്ന് പറയുന്നിട്ടുള്ള ഈ ഇപ്രോം റീഡിംഗ് ടൂൾ. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ആദ്യം തന്നെ പറയാം. നമ്മൾ ഈ ടൂൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്രോമിൻ്റെ അകത്തുനിന്ന് ഡാറ്റയെ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് എടുക്കാം, നമുക്കൊരു ക്ലസ്റ്ററിൻ്റെ അകത്ത് ഡാറ്റ മാറ്റം വരുത്തണം. അത് കിലോമീറ്ററിൽ ചേഞ്ച് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലസ്റ്ററിൻ്റെ അകത്തുള്ള ഇപ്രോം ഫയലോ അല്ലെങ്കിൽ ഫ്ലാഷ് ഫയലോ അല്ലെങ്കിൽ MCO അകത്തുള്ള ഡാറ്റയെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡാറ്റയെ അവിടെ നിന്ന് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡാറ്റയെ എഡിറ്റ് ചെയ്തിട്ട് ആ എഡിറ്റ് ചെയ്ത ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടാമതിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ രണ്ട് പ്രോസസ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്, ഈ UPI എന്ന് പറഞ്ഞിട്ട് ഇപ്രോം റീഡ് ആൻഡ് റൈറ്റ് ടൂള്. ഈ ടൂള് ക്ലസ്റ്റർ മാത്രമല്ല, ഈ ഇപ്രോമുള്ള BCM ആയിക്കോട്ടെ, ECM ആയിക്കോട്ടെ, ക്ലസ്റ്റർ ആയിക്കോട്ടെ, എയർ ബാഗ് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു കൺട്രോൾ മൊഡ്യൂളിനകത്തും ഇപ്രോം ഉണ്ടോ, ആ ഇപ്രോം സെപ്പറേറ്റ് IC ആയിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ECU പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം, ക്ലോൺ ചെയ്യണം. രണ്ട് ECU ഉണ്ട്, ഒരു ECU ഡാമേജ് ആണ്, മറ്റേ ECU ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഇമ്മോടെ ഡാറ്റ മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ ഒരു ഇപ്രോമിൻ്റെ ഡാറ്റ റീഡ് ചെയ്തിട്ട് അതിലേക്ക് റൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ത്, ഈ UPI USB എന്നുള്ളത്. കൂടുതലും കീ പ്രോഗ്രാമിങ്, അതേപോലെ ക്ലസ്റ്ററിൻ്റെ കാലിബ്രേഷൻ, ഇങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെയാണ് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ടൂൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ ടൂളിൻ്റെ ബേസിക് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു USB കേബിൾ ഉണ്ട്, അതിനകത്തൊരു USB കേബിൾ, ഒരു ഫീമെയിൽ കണക്ടർ കേബിൾ ഉണ്ട്, പിന്നെ ഒരു IC ബേസും ആ IC ബേസിൽ ഫിക്സ് ചെയ്യുന്നൊരു കണക്ടറും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിനകത്ത് കുറച്ച് ഇപ്രോമിൻ്റെ സൈസ്, അതേപോലെ ഇപ്രോമിൻ്റെ സീരീസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ IC ബേസിലേക്ക് IC എന്ത് ചെയ്യാം, ഇപ്രോം IC സോൾഡർ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബോഡി തന്നെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നിവിടെ കണക്ട് ചെയ്തിട്ട് ഇതിനൊപ്പം തന്നെ വരുന്ന ആ ഒരു ഫീമെയിൽ റിബൺ കേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബോഡിൻ്റെ ഇതിൽ എക്സാക്റ്റ് പോയിൻറ്റ്സിലേക്കാണോ വയർ സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പോയിൻറ്റ്സിലേക്ക് സോൾഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡാറ്റയെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അതിനെ ഒരു ഫസ്റ്റ് നമുക്ക് ഇതിനകത്തൊരു ഇപ്രോം കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഡാറ്റ റീഡ് ചെയ്യണമെന്ന് നോക്കാം. ഈ ഒരു പാക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ. ഇതിനകത്ത് വരുന്ന UPI USB ആ ഒരു പ്രോഗ്രാമിംഗ് ഡിവൈസ് ഉണ്ട്, പ്ലസ് അതിൻ്റെ ഒരു ബേസ് ഉണ്ട്. ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇതിൽ 24C, 2595, 93 ഇങ്ങനെ കുറേ സീരീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള സീരീസിൽ മാത്രമാണ് അതാത് ഇപ്രോംസ് എന്ത് ചെയ്യാവുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനൊപ്പം വരുന്ന മറ്റൊരു ബേസാണ്, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇപ്രോം സ്പേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ എന്ത് ചെയ്യുക, ഒരു കണക്ടർ കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോർഡിലിരിക്കുന്ന ഇപ്രോം നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാതെ തന്നെ അങ്ങോട്ടേക്ക് വയർ അതിൻ്റെ കറസ്പോണ്ടിങ് ലെഗ്സിലേക്കോ അല്ലെങ്കിൽ ട്രാക്കിലേക്കോ സോൾഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇപ്രോമാണ് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ഇപ്രോം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇപ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95160 ആണ്. അപ്പോൾ 95160 എന്ന് പറയുന്നത് ഈ ഒരു ബോർഡിൻ്റെ അകത്ത്, ഈ ഒരു സീരീസിനകത്താണ് 95160 വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് ഫ്രഷ് ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കുറച്ച് ലെഡ് ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്താലാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അയൺ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസ്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലെഡ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ഈ ഒരു ഇപ്രോമിനെ ഫിക്സ് ചെയ്യുകയോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലോവറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ബ്ലോവർ ഉണ്ട്, ബ്ലോവറിൽ ഞാൻ ഓൾറെഡി ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇപ്രോമിൻ്റെ പിൻ നമ്പർ 1 ഏതാണെന്ന് നോക്കിയിട്ട് ആ പിൻ നമ്പർ 1 ആണ് ഇതിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് പിൻ നമ്പർ 1 എല്ലാം വരുന്നത് ഈ ഒരു കോർണറിലേക്കായിരിക്കും. അതായത് ഈ ഒരു എലാസോഫ്റ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്രോം എന്ന് ചെയ്തിരിക്കുന്ന ഈ ഒരു കോർണറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പിൻ നമ്പർ 1s എല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് ST ഇപ്രോം ആയതുകൊണ്ട് അതിൻ്റെ ലോഗോ വരുന്ന സൈഡാണ് ഇപ്രോമിൻ്റെ പിൻ നമ്പർ 1. ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നേരെ ബ്ലോവർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇപ്രോമിനെ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആ ഇപ്രോമിനെ ആ ഒരു ബോർഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്.
സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെ ഈ ഒരു നമ്മുടെ പ്രോഗ്രാമിംഗ് ഡിവൈസായിട്ട് കണക്ട് ചെയ്യണം. അതിനുശേഷം USB കേബിളായിട്ട് കണക്ട് ചെയ്തിട്ട് സിസ്റ്റത്തിലാണ് ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ കളർ LED കണക്ട് ചെയ്യണ്ടാവും. ഇതിന് താഴെ പ്രൊട്ടക്റ്റീവ് ലൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതിൽ വയ്ക്കുമ്പോൾ മെറ്റൽ ഒബ്ജക്റ്റിൻ്റെ അടിയിലൊന്നും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, മേളിൽ കൊണ്ടുപോയിട്ട് വയ്ക്കരുത്, അതിനൊന്ന് ബോർഡ് ഷോർട്ടായി പോകും. ഞാൻ ഈ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ സിസ്റ്റമായിട്ട് ആ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് UPI USB എന്നുള്ളതാണ് ആ ഒരു സോഫ്റ്റ്വെയർ. അത് ഞാൻ ഓപ്പൺ ആക്കുന്നു. നിങ്ങൾ ഓപ്പണായി വരുന്ന ടൈമിൽ കാണാം ഇതിൻ്റെ അകത്ത് ഫൗണ്ടഡ് ഡിവൈസ്, അതായത് നമുക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വർക്കിംഗ് ആണെന്നും അതേപോലെ സോഫ്റ്റ്വെയറും ആ ഒരു ഡിവൈസും ആ ഒരു പ്രോഗ്രാമിംഗ് ഡിവൈസും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ സപ്പോസ് ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ USB കേബിൾ റിമൂവ് ചെയ്യുന്ന ടൈമിനകത്ത് അതിനകത്ത് USB മൊഡ്യൂൾ ഡിസ്കണക്റ്റഡ് എന്നും കണക്ട് ചെയ്യുന്ന ടൈമിനകത്ത് ആ ഒരു മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 95160 എന്നുണ്ട് EEPROM. അപ്പോൾ ആ ഒരു EEPROM കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഡിവൈസ് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് 95160 ഏത് EEPROM ആണോ ആ EEPROM എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അത് 95160 എന്ന് പറയുന്ന EEPROM കാണുന്നതാണ്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു EEPROM ഡാറ്റ വരുന്നതും നിലവിൽ അതിനൊരു പ്രോസസ്സിംഗ് വിൻഡോ ആണ് വന്നേക്കുന്നത്. നമ്മൾ ഈ കാണുന്ന റീഡ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ആ USB ഡിവൈസിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു റീഡിൻ്റെ അതിനകത്ത് LEDs ബ്ലിങ്ക് ചെയ്യും. സോ ഇപ്പോൾ നമ്മുടെ EEPROM അകത്തുള്ള ഡാറ്റ റീഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് പല ഡാറ്റാസും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നോക്കുന്ന എയർ ബാഗിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ BSIMൻ്റെ ആയിക്കോട്ടെ, eSIMൻ്റെ ആയിക്കോട്ടെ, ഒക്കെ അങ്ങനെയുള്ള പല ഡാറ്റകളാവും. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ആദ്യം കാണുന്ന ഒരു 5 ലൈൻ ഒരു വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ ഡാറ്റ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡാറ്റയെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫയൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സേവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ സേവസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക് എവിടെയാണോ സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ടെസ്റ്റ് 95160 കൊടുക്കുകയാണ്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, OG എന്ന നിലയിലും എന്ത് ചെയ്യണം, അതിന് മീൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫയൽ എന്ത് ചെയ്തു, സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് എനിക്ക് മാറ്റം വരുത്താൻ വേണ്ടി പോകും. കാരണം നമ്മൾ റീഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫയൽ മാറ്റം വരുത്തണം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് വർക്കാണെന്നുണ്ടെങ്കിൽ ഫയൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ ക്ലോണിങ്. ഇപ്പോൾ ക്ലോണിങ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ EEPROM എന്ത് ചെയ്യുക, ഇപ്പോൾ വേറൊരു BSIM ആണെന്നുണ്ടെങ്കിൽ ആ BSIMൻ്റെ EEPROM ഇതേ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ICBSനകത്തേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഈ റീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇവിടെ കാണുന്ന ഈ പ്രോഗ്രാം കൊടുത്ത് എന്ത് ചെയ്യും, റൈറ്റ് ആകും. സോ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റീഡ് ചെയ്തിരിക്കുന്ന ഫയലിനെ തന്നെ എഡിറ്റ് ചെയ്യുന്നുള്ള പ്രോസസ്സാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫയലിന് മാറ്റം വരുത്തും. അപ്പോൾ ഞാൻ ഇതിനകത്തെല്ലാം തന്നെ 111 എന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കയറ്റും. നമ്മൾ സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കയറ്റി. ഇങ്ങനെ ആദ്യത്തെ 5 ലൈനായിരുന്നു ഈ ഒരു വെഹിക്കിളിൻ്റെ കിലോമീറ്റർ എന്ന് നിങ്ങൾ വിചാരിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ ഡാറ്റ മാനുവലായിട്ട് എഡിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ആ ഒരു ഡാറ്റേനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു 3 ലൈൻ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എഡിറ്റ് ചെയ്ത ഫയൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി എന്ത് ചെയ്യും, സേവ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് റൈറ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റിംഗ് ഓപ്ഷനായിട്ട് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രോഗ്രാം കൊടുക്കുക, പ്രോഗ്രാം S. ഈ ഒരു ടൈമിനകത്ത് വീണ്ടും ആ ഒരു EEPROMൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഡാറ്റ കയറുക ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ്, നമ്മൾ ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നു, ആ ഡാറ്റ സേവ് ചെയ്യുന്നു, ആ ഡാറ്റയെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് തിരിച്ച് പ്രോഗ്രാം ചെയ്യുന്നു. ഇനി നമ്മൾ വൺസ് ഒന്നും കൂടി എന്ത് ചെയ്യും, നമ്മൾ റീഡ് ചെയ്ത ഡാറ്റ ചേഞ്ച് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കും. നമ്മൾ പ്രോഗ്രാമിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്ത ഫയൽ തിരിച്ച് ആ EEPROMൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കാരണം ഇവിടെ പ്രോഗ്രാമിംഗ് സക്സസ് ഡേറ്റസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും ഇതിനൊന്ന് എംപ്റ്റി ആക്കാനായിട്ട് പോവാം. ഞാൻ ഫയലിൽ ന്യൂ ഓപ്പൺ ചെയ്തു. പിന്നെ അത് എംപ്റ്റി ആയിട്ട് വന്നേക്കണേ. വീണ്ടും എന്ത് ചെയ്യുക, ഡാറ്റേനെ റീഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ചേഞ്ച് ചെയ്ത ഡാറ്റ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ റീഡ് ചെയ്യുന്ന ടൈമിനകത്ത് എന്താ, എല്ലാം 1 ആയിരുന്നു വന്നിരുന്നത്. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ പ്രീവിയസ്ലി ഓപ്പൺ ചെയ്ത ഫയലൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മൾ ടെസ്റ്റ് കൊടുത്ത ഫയൽ ഞാൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ഓപ്പൺ ആകുന്ന ടൈമിനകത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവും, ഇത് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി റീഡ് ചെയ്ത ഫയൽ, ഇതിൻ്റെ ഒറിജിനൽ ഫയൽ. ഇപ്പോൾ രണ്ടും നമ്മൾ എന്താ, ഡാറ്റ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫയലുകൾ തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു സ്പെസിഫൈഡ് ലൈനിലെ ഡാറ്റ മാത്രം ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം. ഫൈൻഡ്, റീപ്ലേസ്, ഇങ്ങനെയൊക്കെയുള്ള
ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൽ സ്ക്രിപ്റ്റ് അവൈലബിലിറ്റി കുറവാണ്. നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ബ്ലാക്ക് യു പിയിലാണ് സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇത് ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തത്. അതായത് നമ്മളൊരു ഫയൽ റീഡ് ചെയ്തു, സേവ് ചെയ്തു, എന്നിട്ട് ആ റീഡ് ചെയ്ത ഫയലിനെ എഡിറ്റ് ചെയ്തു, തിരിച്ച് പ്രോഗ്രാം ചെയ്തു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്രാഷ് ഡാറ്റ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ചേഞ്ച് ചെയ്യണം, വിൻ നമ്പർ ചേഞ്ച് ചെയ്യണം, ഇമ്മോ ഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിന് വേണ്ടി. ഇനി രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യുക, ഇതെല്ലാം ക്ലോസ് ചെയ്ത് കളയാം. ഇനി രണ്ടാമത്തെ എൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 2 മൊഡ്യൂളുകൾ തമ്മിൽ പരസ്പരം ക്ലോൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലോൺ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ EEPROM കണക്ട് ചെയ്യുന്നു. ആ EEPROM സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് EEPROM എന്ത് ചെയ്യുന്നു, നേരെ റീഡ് ചെയ്യുന്നു. ഈ റീഡ് ചെയ്യുന്ന EEPROM ഞാൻ നേരെ എൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് സേവ് ചെയ്യുക. അപ്പോൾ ഞാനത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ നെയിം കൊടുക്കുന്നു OGECM Delphi 1.2 ഞാൻ സേവ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ എനിക്ക് ഏത് വെഹിക്കിളിൻ്റെ, അതായത് ഏത് BCM ആണോ നല്ല BCM, ECM, അതിനകത്തേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ വണ്ടിയുടെ ഒറിജിനൽ ECMൻ്റെ ഡാറ്റ അതിനകത്തേക്ക് കയറണം. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാമറിലേക്ക് ആ ഒരു EEPROM നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫയൽ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കണക്ഷൻസ് എല്ലാം കറക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് റീഡ് ചെയ്ത് നോക്കുന്നു. ഇപ്പം നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ സോൾവ് ചെയ്ത പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണോ നമുക്ക് കൺഫേം ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റീഡിങ് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുക, നേരെ ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ പ്രീവിയസ്ലി സേവ് ചെയ്ത് വെച്ചിരുന്ന ഒറിജിനൽ ECMൻ്റെ, അതായത് OGECM Delphi 1.2 എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഈ ഓപ്പൺ കൊടുത്തപ്പോൾ ഇപ്പം എന്താ ഈ ഒരു ഫയലാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫയലിനെ വീണ്ടും റൈറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും ഡിവൈസ് ട്രീ പോകുന്നു, ആ EEPROM തന്നെ സെലക്ട് ചെയ്യുന്നു, പ്രോഗ്രാം കൊടുക്കുന്നു. ഇപ്പോൾ എന്തായി, പഴയ ECMൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ECMലേക്ക് എന്ത് ചെയ്തു, EEPROMൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇത് കാറ്റഗറൈസ് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഈ ഒരു പർപ്പസിന് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഈ ഒരു ഡിവൈസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റയെ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ഡാറ്റ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടി എന്തുണ്ട്, ഈ ഒരു ഡിവൈസിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ഡിവൈസാണ്. എനിക്കത് വാങ്ങാൻ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൈ ടൂൾസിൻ്റെ സൈഡിൽ നിന്ന് ഇതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും അങ്ങനെയെല്ലാം കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഡൈ ടൂൾസ്. ബൈ.